pull that down? Yeah. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ഫിഷിംഗ് വ്ലോഗ് കാണാം. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹാലിഫാക്സിലെ സെക്കൻഡ് ചെയിൻ ലേക്ക് എന്ന് പറയുന്ന ലേക്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഒരു ട്രെയിൽ ഉണ്ടായിരുന്നു. ആ ട്രെയിൽ വഴി ഞങ്ങൾ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ബോർഡ് കാണുന്നത്. അങ്ങനെ സൗണ്ട് നടക്കണോ? ആണോ? അങ്ങനെ ബേറുണ്ടെന്നുള്ള ബോർഡൊക്കെ കണ്ട് ഞാനങ്ങനെ പേടിച്ച് നടക്കുമ്പോൾ ഉണ്ണേട്ടൻ അവിടെ നിന്ന് കൂവിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണേട്ടൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഒച്ച ഉണ്ടാക്കി നടക്കുമ്പോൾ ബേറ് നമ്മുടെ അടുത്തൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കൂവി വിളിച്ച് ഒച്ചത്തിലൊക്കെ നടപ്പുണ്ടായിരുന്നു ആശ. കുറച്ച് ദൂരം നമ്മളങ്ങനെ ട്രെയിനിൽ കൂടി നടന്നപ്പോൾ അതാ നമ്മുടെ ആ സ്പോട്ടിലെത്തി. ശരിക്കും ഞങ്ങൾ ചെന്നെത്തിയ ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബീച്ച് പോലെയായിരുന്നു. കാരണം അധികം ഡെപ്ത് ഇല്ലാതെ കരഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ഡൗട്ടായിരുന്നു, ഇനി ഞങ്ങളിവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാവുമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. ഒന്ന് നടന്നു നോക്കട്ടെ. ഞങ്ങൾ ശരിക്കും ട്രൗട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ലേക്കിൽ വന്നത്. ട്രൗട്ട് ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫിഷ് ആയതുകൊണ്ട് തന്നെ ട്രൗട്ടിനെയും കൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന എനിക്ക് ഒരു ബാസിൻ്റെ ബൈറ്റ് അടിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടുന്ന് ബാസ് എങ്ങാനുമാണ് കിട്ടുന്നതെങ്കിൽ അതോടെ നിർത്തിക്കോണം, തിരിച്ചു പോവാം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. പറഞ്ഞതുപോലെ തന്നെ ബാസിൻ്റെ ബൈറ്റാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയതും. അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസ് അങ്ങ് പോവുകയും ചെയ്തു. അതായത് വെറൈറ്റി കിട്ടണം എന്നുള്ള കോൺഫിഡൻസ് അങ്ങ് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ എന്നും ഉണ്ണേട്ടനോട് പറയുന്നുണ്ട് എനിക്ക് ബാസിൻ്റെ ബൈറ്റാണ് കിട്ടിയത്, ബാസിനെയാണ് ഞാൻ ഈ വലിച്ചു കയറ്റുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയിട്ടുള്ള ഫിഷ് ബാസ് ആയത് കാരണം അവനെ ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞൻ ബാസിനെ റിലീസ് ചെയ്തിട്ട് വേറെ സ്പോട്ട് തേടി പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ബാസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടുകൊണ്ട് നിന്നൊരു ഗേൾ വന്നു. ആ കുട്ടിക്ക് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹുക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അവളുടെ കൂടെ കുഞ്ഞിനൊരു പട്ടിക്കുഞ്ഞും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വേറെ ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും വെറൈറ്റി ഫിഷ് ഉണ്ടെന്നുള്ള ദീർഘ റിസർച്ചിനൊടുവിലാണ് ഞങ്ങളിവിടെ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അങ്ങനെ ഫിഷിംഗ് റോഡൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെറൈറ്റി ഫിഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു.
നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു അത്. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ ഫിഷിംഗ് റോഡിൽ ചെറിയൊരു ബൈറ്റ് തട്ടിയത്. ഉടനെ ഞാൻ ചെന്ന് എടുത്തു. ഏത് ഫിഷാണെന്ന് അറിയാനുള്ള ആകാംക്ഷ മൊത്തം എന്നിലുണ്ട്. തിരിച്ച് റോൾ ചെയ്തിട്ട് അത് വരാത്തത് കാരണം ഉണ്ണേട്ടൻ എൻ്റെ നിന്ന് വാങ്ങിച്ച് റോൾ ചെയ്ത് നോക്കുമായിരുന്നു. ഉണ്ണേട്ടൻ പറയുമായിരുന്നു അത് കുരുങ്ങി കിടക്കുവാണ്, അത് മീനൊന്നുമല്ല. പക്ഷേ എനിക്കതിൽ വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞങ്ങൾക്കൊരു വെറൈറ്റി ഫിഷ് കിട്ടി ഗൈസ്. യെല്ലോ പേർഷ് എന്നാണ് ഈ മീനിൻ്റെ പേര്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് യെല്ലോ പേർഷ് കിട്ടുന്നത്. എനിക്ക് ഇതുവരെ പിടിച്ച മീനിൽ ഏറ്റവും ഭംഗിയുള്ള മീനായിട്ട് ഈ യെല്ലോ പേർഷിനെ തോന്നി. കാരണം ഭയങ്കര സുന്ദരിയായിരുന്നു. വെറൈറ്റി ഫിഷൊക്കെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ നിന്നപ്പോൾ ഞാൻ അവിടെ ഒരു ആമ്പൽപ്പൂ കണ്ടു. അപ്പോൾ ഞാൻ ഉണ്ണേട്ടനോട് പറഞ്ഞു എനിക്കത് എടുത്തിട്ട് വരുമോ എന്ന്. അപ്പോൾ അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ഉണ്ണേട്ടൻ. എനിക്ക് നടന്നു പോയിട്ട് വേണം. ഞാൻ മറ്റേ യക്ഷിയല്ല വെള്ളി നക്ഷത്ര സിനിമയിൽ പോയി ഇത് എടുത്തോണ്ട് വരെ താഴ്ച വല്ലതാണെങ്കിലോ അവിടെ പിന്നെ ഇവിടെ നിന്ന് എനിക്ക് തറ കാണാം. എന്നിട്ട് മണിയാണ് പനിയായ എന്നെ എഴുതി വെക്കണം നെറ്റിയില് പനിയാണെന്ന്. കണക്കൂടെ എന്നാ വേണ്ട കയറി വാ. ചൂടല്ലേ വെള്ളത്തിന്? ആദ്യം കുറേ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പൂവ് എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അങ്ങനെ പൂവും കിട്ടി, ഫിഷും കിട്ടി, ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്.